അവനെ വിട്ടേക്ക് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ വാ. ഓ ഇവന്മാരെ നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നതാണോ? ആരോമാര് യവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. നമ്മളെ പിടിക്കാൻ വേണ്ടി ചില മൃഗങ്ങൾ മുകളിൽ വന്ന് നിപ്പുണ്ട്. വരൂ, നമ്മൾ ആരാണെന്ന് അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. വലിയത് മീനാന്ന് തോന്നുന്നു. ഫിഷങ്ങൾ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്. ഞങ്ങൾ അറിയാതെ ചെയ്തതാ. ഈ റബ്ബിഷ് ഞങ്ങൾ ഒരിക്കലും ആവില്ല ഇനി സെൽഫിഷ്. ഹണി, എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കറിയില്ലേ, മത്സ്യം ജലകന്യകയാണ്. അതുകൊണ്ട് തീർച്ചയായും അവരെ ബഹുമാനിക്കണം. എന്റെ പേരാണ് ഏലിയൻ. ഇതെന്റെ അനിയൻ ഫീലിയൻ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും തോൽക്കുന്നവരാണ്. ഈ മണ്ണിന്റെ അമ്മയാണ്. ആ ബിൽഡിംഗ് എന്റെ അച്ഛനാണ്. ഈ പൂക്കൾ എന്റെ സിസ്റ്റേഴ്സ് ആണ്. ഈ പാറ എന്റെ ബ്രദേഴ്സ് ആണ്. ഇവനെ കാണാൻ എന്ത് രസമാണ്. നമുക്ക് കൈ കുലുക്കാം. വാ, വേഗം വാ. ഇത് ഞങ്ങളുടെ കൈയാണ്, കാലല്ല. ഞങ്ങളുടെ ഗ്രഹത്തിൽ എല്ലാം തലകുത്തനെയാണ്. ഞങ്ങൾ ഹായും ബായും എല്ലാം തലകുത്തനെ പറയും. ഞങ്ങളുടെ ഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ അത് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ വീടും. സംസാരം കൂടുന്നുണ്ട്. നിന്റെ വായുടെ പണി ഞാൻ തീർക്കും. ഇങ്ങനൊന്നും സംസാരിക്കരുത്, ഞങ്ങൾ പേടിച്ചു പോകും. എടാ, ആരോമാരൊക്കെ തലയിലെ അരടി വെച്ച് ടിവിയെ പോലെ ഉണ്ടല്ലോ. ഇവ എന്നെ കളിയാക്കുന്ന ചേട്ടാ. ഇവനാണ് ഞങ്ങളുടെ ശത്രു. ഇവനെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവൻ ഞങ്ങളുടെ രാജമാതാവിനെ അപമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിയത്. സണ്ണി, നീ ഈ ഗ്രഹത്തിലെ വില്ലനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നീ വലിയ ആള് തന്നെയാ. ഈ പ്രപഞ്ചത്തിന് തന്നെ നീ വലിയൊരു വില്ലനായി മാറിയിരിക്കുകയാണല്ലോ. എടാ, ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. എന്റെ മുഴുവൻ ശക്തി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അടിച്ചു പൊളച്ചു തിമിർത്തു. ദിവസം 10 കിലോമീറ്റർ ഓടിയാൽ പോലും വയറകത്തേക്ക് പോകില്ല. സണ്ണി ഇടിച്ച ഇടിയിൽ അവന്റെ വയർ എന്തുമാത്രം അകത്തേക്ക് പോയി നോക്ക്. ചേട്ടാ, 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 ഇവ എന്നെ തല്ലി എന്റെ വയറ്റിൽ ഇടിച്ചു. ഇവൻ ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല. വാ, വേഗം പോയി പിടിക്കാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇവരന്വേഷിച്ചെന്ന ആൾ തീർച്ചയായും സണ്ണി ആയിരിക്കില്ല. നമുക്ക് സണ്ണിയെ രക്ഷിക്കണം. ഏലിയൻ ചേട്ടാ, നിങ്ങളുടെ പ്ലാനറ്റിലേക്ക് സണ്ണി ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ പ്ലാനറ്റിൽ പോയി അന്വേഷിക്ക്. എന്നോട് നീ ഒന്നും പറയണ്ട. ഞാൻ ടാബിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെ തടയാൻ നോക്കിയാൽ നിങ്ങൾക്കാണ് ആപത്ത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ കണ്ടുപിടിക്കാൻ സ്ഥലത്തേക്ക് സണ്ണി പോണം. സണ്ണി ഓടിക്കോ.
നല്ല സമയം ഞാൻ ഇവിടെ എത്തി, അല്ലെങ്കിൽ ഏലിയൻസ് എന്റെ പണി തീർത്തേനായിരുന്നു. ഞാൻ കുടുങ്ങി. സണ്ണിയെ വിട്. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? ആദ്യം ഞങ്ങൾ ഇതെല്ലാം കഴിക്കും, പിന്നീട് കൂടെല്ലാം തുപ്പിക്കളയാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? എന്നെ വിട്, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ടാർഗറ്റ് ലോക്ക്. ഇന്ന് മരുടെ ജീവനോടെ വിടാൻ പോകുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ചേട്ടാ, നമുക്ക് അവനൊന്ന് സഹായിക്കണം ചേട്ടാ. എടാ മണ്ട, അവൻ നമ്മുടെ ശത്രുവാണ്. ഒരു കാരണവശാലും ശത്രുക്കൾക്ക് വേണ്ടി സെന്റിമെന്റ്സ് ആവാൻ പാടില്ല. സണ്ണി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാ മതിയാവൂ. ഐഡിയ. മുകളിലെത്തി, പക്ഷെ എങ്ങനെ അടിക്കുക? നമ്മുടെ കയ്യിൽ ഏർപ്പമുണ്ടല്ലോ, അത് വെച്ച് അടിക്കാം. നിങ്ങളെന്നെ രക്ഷിച്ചു. നിക്കടാ, ഇനി കളി കഴിഞ്ഞിട്ടില്ല. ഇതെന്താടാ, നാക്കാണോ അതോ ലോക്കാണോ? എന്നാ നീ ഇത് കഴിച്ചോ. ദാ. ആയിരിക്കും സ്കൂട്ടറിൽ നമുക്ക് പോവാം. അവന്മാർ രക്ഷപ്പെടരുത്. എടാ, വണ്ട് സ്റ്റാർട്ട് ആയിട്ടില്ല, വേഗം കിക്ക് ചെയ്യ്. ഓക്കെ, ഞാൻ കിക്ക് ചെയ്യാം. എടാ കഴുത, ഞാൻ സണ്ണി അല്ല കിക്ക് ചെയ്യാൻ പറഞ്ഞത്, സ്കൂട്ടറിന്റെ കിക്കർ അടിക്കാനാ പറഞ്ഞത്. രക്ഷിക്കണേ. കണ്ടോ, എന്റെ കൈയുടെ ശക്തി മനസ്സിലായല്ലോ. എന്റെ കൈയുടെ ശക്തിയോ? എങ്കിലതൊന്ന് കാണണമല്ലോ. അവന്മാർക്ക് കയ്യിലാണ് ബലം, നിനക്കാണെങ്കിൽ നാക്കിലാണ്. ഓടിക്കോ, 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 ജീവനെ ഓടിക്കോ, ഓടിക്കോ, ഓട്, ഓട്. അല്ല, ഇവിടെ എന്താ പുതിയ പ്രശ്നം? വാ പോയി നോക്കാം. ആ ഏലിയൻസ് അന്വേഷിച്ചു വന്നത് ഇവനെയാണ്, അല്ലാതെ നമ്മുടെ സണ്ണിയല്ല. അവർ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങളുടെ യഥാർത്ഥ വില്ലൻ ദാ അവിടെയുണ്ട്. ഇവനാണ് ഞങ്ങളുടെ വില്ലൻ സണ്ണി അലോന. അവനെ പിടിക്കണം, വേഗം വരൂ. യവന്മാർക്ക് എന്നെ കുറിച്ച് അറിയില്ല. വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ട് എന്നെ തല്ലിയാണോ? വീട്ടിലെ യവന്മാരെ. എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഇവൻ ഷാക്കടിപ്പിക്കുകയാണ്. ഇവൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവൻ വലിയ ബലശാലിയാണ്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. വേണ്ട, വെള്ളം ഒഴിക്കരുത്. അതെയോ? അപ്പൊ വെള്ളമാണ് അവന്റെ ശത്രു. അറ്റാക്ക്. ഇവരെ നിർത്താൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഫയർ എഞ്ചിൻ കൊണ്ടുവരണം. നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഞങ്ങൾക്ക് പിടികൂടാനായത്. ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. നമുക്ക് ഫ്രണ്ട്സ് ആകാം. ഞങ്ങളെ കാണണമെങ്കിൽ ഞങ്ങളുടെ ഗ്രഹത്തിൽ വന്ന് കണ്ടോളൂ. എന്നാൽ ഞങ്ങൾ പോവുകയാണ്. നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. പിന്നെ കാണാം. എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്.